എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കടലമിഠായിയാണ്. നമ്മുടെ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള കടലമിഠായി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. 1 കപ്പ് നിലക്കടലയ്ക്ക് 1/4 കപ്പ് വെല്ലം ആണ് വേണ്ടത്. ഈ വെല്ലം അളന്നെടുത്തിട്ടുള്ള കപ്പിൽ തന്നെയായിരുന്നു ഞാൻ നിലക്കടലയും അളന്നെടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഈ നിലക്കടല നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് നടുവിലൂടെ ഒന്ന് പൊട്ടിച്ച് വെക്കുക. അത് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നിലക്കടല എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഇതുപോലെയുള്ള ചെറിയ നിലക്കടല തന്നെ തിരഞ്ഞെടുക്കാൻ നോക്കുക. ഇത്തിരി വലുതായിട്ടുള്ളതാണെങ്കിൽ ഇത്ര നമുക്ക് നമ്മുടെ കടലമിഠായിക്ക് ടേസ്റ്റ് കിട്ടില്ല. ഇതുപോലൊരു പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പറിൽ നമുക്കിങ്ങനെ എണ്ണ തടവി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓയിലാണ് തടവി കൊടുക്കുന്നത്. ഇനി അതില്ലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ തന്നെ നമ്മുടെ ഈ പ്രതലത്തിൽ തന്നെ ജസ്റ്റ് ഒന്ന് എണ്ണ തടവി വെച്ചാൽ മതി. കാരണം നമുക്ക് അവിടെ വെച്ചിട്ടാണ് നമ്മളെ ഈ കടലമിഠായി നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ പേപ്പറിലാണ് ഓയിൽ തടവി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമ്മൾ ഈ വെല്ലം ഒന്ന് അലിയിച്ചെടുക്കണം. ഇപ്പോൾ ഗ്യാസിൽ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെല്ലം ഇട്ട് കൊടുത്തു. ഏകദേശം ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം ഇതൊന്ന് മുങ്ങിക്കെടുക്കാൻ ആവശ്യമായിട്ടുള്ളൊരു വെള്ളം. അധികം വെള്ളം വേണ്ട, ഇത്തിരി മാത്രം മതി. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് അലിയിച്ച് കിട്ടുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലൊരു അരിപ്പ വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് തന്നെയാണ് ഉള്ളത്. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് ഈ വെള്ളം നല്ല പാവായി വരുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പാവ് റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇത്തിരി ഒന്ന് ഒരു വെള്ളത്തിലേക്കൊന്ന് ഇട്ട് നോക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഇത്തിരി ഈ വെള്ളത്തിലേക്കൊന്ന് ഇട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇട്ടതിന് ശേഷം നമ്മൾ കയ്യിലേക്കൊന്ന് എടുത്ത് നോക്കാം. എടുത്ത് നോക്കുമ്പോൾ നല്ല ബോൾ പോലെ വരുന്നുണ്ടെങ്കിൽ അതായിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നമ്മൾ ഇതിപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെയാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു പാകത്തിലാണെങ്കിൽ നമ്മുടെ പല്ലിലൊക്കെ അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ശരിക്കും ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് സിമ്മിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. ഇതിനി നമുക്ക് വീണ്ടും ഒന്ന് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതുപോലെ ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കയ്യിലേക്കൊന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ കയ്യിലേക്ക് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഹാർഡായിട്ടുണ്ട്. അതായത് നമ്മൾ കയ്യിലേക്ക് എടുത്തൊരു ബോൾ പോലെ നമുക്ക് ആക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു പ്ലേറ്റിലേക്കൊന്ന് ഇട്ട് നോക്കിയാൽ മതി. അപ്പോൾ നല്ല സൗണ്ട് വരുന്നുണ്ടെങ്കിൽ ഇതായിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലൊരു സൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസ് സിമ്മിൽ തന്നെ വെച്ചിട്ട് നമുക്ക് മെല്ലെ മെല്ലെ ഈ കടല ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ കടല മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ വെല്ലം പാവ് നമ്മൾ മുഴുവനായിട്ടും ഈ കടലയിൽ പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്യാസ് നമ്മൾ സിമ്മിൽ തന്നെ വെക്കുക. എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം കറക്റ്റായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പേപ്പറിലേക്ക് നമുക്കിത് മുഴുവനായിട്ടും അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ലെവലാക്കണം. ഇനി ഈ നമ്മുടെ ചപ്പാത്തിക്കോല് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ചപ്പാത്തിക്കോലിൽ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ എണ്ണ തടവി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം അധികം തണുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാൻ ഇത്തിരി പ്രയാസമായിരിക്കും. അപ്പോൾ ഇതുപോലെ നല്ല മൂർച്ചയുള്ള കത്തി തന്നെ എടുത്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മുഴുവനായിട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. തണുത്തിട്ടുണ്ട്. ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റി ഈ പേപ്പർ നമുക്ക് മെല്ലെ ഒന്ന് എടുത്തു മാറ്റാം.
ഇനി ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ബാക്കിയുള്ള പൊടിഞ്ഞു പോയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പം തന്നെ നമുക്ക് എടുത്തിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കുറച്ചുകൂടെ ഒരു കളറുള്ള ഒരു ശർക്കരയാണ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല കളറായിരിക്കും ഇതിനുണ്ടാവുക. ഇതിപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ള ഈ നമ്മുടെ കടലമുട്ടായിക്ക്. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ടും ഇതുപോലെ ഈ പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒന്ന് പൊട്ടിച്ച് കാണിക്കാം. നല്ല സൂപ്പറായിട്ടുള്ള കടലമുട്ടായി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി കടലമിഠായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. താങ്ക് യു.